കുറേ നാൾ മുന്നേ ദോശയുടെ കൂട്ടത്തിൽ ഒരു ഗ്രീൻ മയനൈസ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ചട്നി നമുക്ക് പറയാം, അത് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമെന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗ്രീൻ ചട്നി കൂടെ ഉണ്ടാക്കിയായിരുന്നു. ഇതിന് നമുക്ക് വേണ്ടുന്നത് മല്ലിയില, പുതിനയില, പൊട്ടുകടല, പച്ചമുളക്, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് നമ്മുടെ വിനാഗിരിയിൽ അതും കൂടി ഇട്ടിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. വെള്ളം ചേർത്തല്ല കേട്ടോ അരച്ചത്. പിന്നെ അതിൽ താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും ഇട്ട് താളിക്കുക. നമ്മുടെ മയണൈസ് ഇതിന് മുന്നിൽ തോറ്റു പോകും, അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ദോശയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, ബിരിയാണിയുടെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിനാണ് ഫ്രൈഡ് റൈസ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യിട്ട് ചോറിട്ട് പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വീണ്ടും ചോറിട്ട് നെയ്യിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഒരു 3 ലെയർ ആക്കിയിട്ട് നമ്മളുടെ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ടാറ്റാ.